ലോക്ക എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിനെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ്. ഒരുപാട് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ സെൻട്രലൈസ് ചെയ്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 5 സിനിമകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അനുഷ്ക ഷെട്ടി സെൻട്രൽ ക്യാരക്ടറിൽ വരുന്ന സിനിമയാണ് അരുന്ധതി എന്ന് പറയുന്നത്. 2009 ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. ഒരു ഹൊറർ ത്രില്ലർ രീതിയിലാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ തെലുങ്ക് സിനിമയായിരുന്നു അരുന്ധതി എന്ന് പറയുന്നത്. ഏകദേശം 70 കോടിയോളം രൂപയാണ് അന്നൊരു ഫീമെയിൽ ക്യാരക്ടർ സെൻട്രൽ റോൾ ചെയ്ത് മുന്നോട്ട് പോയ ഒരു സിനിമയാണ് ഈ അരുന്ധതി എന്ന് പറയുന്നത്. അതിന് 70 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്ത് ഒരുപാട് റെക്കോർഡുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയി. അതിന്റെ ഡബിങ്, മലയാളത്തിലെ ഡബിങ്ങിനും നല്ല കൈയ്യടി കിട്ടിയ സിനിമയായിരുന്നു. അതായത് അനുഷ്ക ഷെട്ടിയുടെ ഒരു സൂപ്പർ ഹീറോയിൻ എന്ന് പറഞ്ഞ ഒരു താരപരിവേഷത്തിലോട്ട് മുന്നോട്ട് പോയ സിനിമ കൂടിയാണ് ഈ അരുന്ധതി എന്ന് പറയുന്നത്. അനുഷ്ക ഷെട്ടി തന്നെ സെൻട്രൽ ക്യാരക്ടർ എന്ന മറ്റൊരു സിനിമയാണ് ബാഗ്മതി എന്ന് പറയുന്നത്. 2018 ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. നമ്മുടെ ജറാവേട്ടനൊക്കെ ഈ ഒരു സിനിമയിലെ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ബാഹുബലി സീരീസിന് ശേഷമുള്ള അനുഷ്ക ഷെട്ടിയെ സെൻട്രൽ ക്യാരക്ടർ വെച്ചുള്ള സിനിമയാണ് ബാഗ്മതി എന്നത്. ഒരു ഹൊറർ മോഡലുള്ള സിനിമയായിരുന്നു. ഈ ഒരു സിനിമയും 67 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. അന്നത്തെ ആ ഒരു തെലുങ്ക് സിനിമയിലെ ടോപ്പ് കളക്ഷൻ ഒന്നായിരുന്നു ബാഗ്മതി എന്ന് പറഞ്ഞ സിനിമയും. കീർത്തി സുരേഷ് സെൻട്രൽ ക്യാരക്ടറിൽ വന്ന സിനിമയാണ് മഹാനടി എന്ന് പറയുന്നത്. നമ്മുടെ ദുൽഖർ സൽമാനും ആ ഒരു സിനിമയിൽ ഇമ്പോർട്ടന്റ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ സമാൻസ, അങ്ങനെ വിജയ് ദേവറുണ്ട്, അങ്ങനെ ഒരുപാട് വലിയ താരനിരയുള്ള സിനിമയാണ് മഹാനടി. അതായത് കീർത്തി സുരേഷിന് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ കൂടിയാണ്. ഈ ഒരു സിനിമ ആ ഒരു ടൈം 2012 റിലീസ് ചെയ്തത്. അന്നത്തെ ടോപ്പ് കളക്ഷൻ കിട്ടിയ സിനിമകളൊന്നാണ്. ഏകദേശം 83 കോടി രൂപയാണ് ഈ ഒരു സിനിമയ്ക്ക് അന്ന് കളക്ട് ചെയ്തത്. അനുഷ്ക ഷെട്ടി സെൻട്രൽ ക്യാരക്ടറിൽ വന്ന സിനിമയാണ് രുദ്രമദേവി എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ 2015 റിലീസ് ആയത്. ഒരു ഹിസ്റ്റോറിക്കൽ മോഡലാണ് സിനിമ വന്നത്. അതായത് അനുഷ്ക ഷെട്ടി ഒരു ക്യൂനായിട്ടാണ് ആ ഒരു സിനിമയിൽ വന്നത്. ആ ഒരു സിനിമയിൽ അനുഷ്ക ഷെട്ടിയെ കൂടാതെ അല്ലു അർജുനും റാണ ഡഗുപതിയും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളിലാണ്. ഏകദേശം 86 കോടി രൂപയാണ് സിനിമ കളക്ട് ചെയ്തത്. അതിനു മുമ്പുള്ള അനുഷ്ക ഷെട്ടിയുടെ സിനിമയായ അരുന്ധതിയെ കവർ ചെയ്ത സിനിമ കൂടിയായിരുന്നു ഈ പറയുന്ന രുദ്രമദേവി എന്ന് പറയുന്നത്. ഈ മേൽപ്പറഞ്ഞ സിനിമകളിലെല്ലാം ടോപ്പ് ഹീറോയിൻ എന്ന് പറയുന്നത് അനുഷ്ക ഷെട്ടി ആയിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയും അനുഷ്ക ഷെട്ടി ആയിരുന്നു. എന്നാൽ ഒരു മലയാള സിനിമ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇതാ ടോപ്പ് ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. ഏകദേശം 250 കോടി രൂപയോളം കളക്ട് ചെയ്ത് ലോക്ക എന്ന് പറഞ്ഞ സിനിമ സൗത്ത് ഇന്ത്യയിലെ ഒരു ഫീമെയിൽ ലീഡ് ക്യാരക്ടർ നിൽക്കുന്ന ഏറ്റവും വലിയ സിനിമയായിട്ട് മുന്നേറുകയാണ്. 250 കോടി രൂപയാണ് നമ്മുടെ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത്. അത് എല്ലാ റെക്കോർഡുകളും ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണ്. തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ലൈഫ് ടൈം റെക്കോർഡ് കളക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ എമ്പുരാന്റെ കേരള ഗ്രോസ് കട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. കല്യാണി പ്രിയദർശൻ ലോക്കയിൽ ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് സിനിമ. അപ്പോൾ കല്യാണി പ്രിയദർശന്റെ ആ ഒരു ഇമ്പാക്ട് കൊണ്ടും അതുപോലെ തന്നെ ആ ഒരു പ്രസന്റേഷൻ കൊണ്ടും കൈയ്യടി മുന്നോട്ട് പോകുന്ന സിനിമയാണ് ലോക്ക. അപ്പൊ കറന്റ് 250 കോടി രൂപ കളക്ഷൻ കിട്ടിയ ലോക്കയാണ് സൗത്ത് ഇന്ത്യയിലെ ഫീമെയിൽ ലീഡ് ക്യാരക്ടർ നിൽക്കുന്ന ഏറ്റവും ടോപ്പ് സിനിമ എന്ന് പറയുന്നത്. ഇതുപോലത്തെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ല്.